പറഞ്ഞു. അതാണ് ഇപ്പൊ വലിയ കുഴപ്പം എന്ന് പറഞ്ഞ് ഇവിടെ പ്രസംഗിച്ച മുനീർ മൗലവി അയാൾ അതിനെ കുറിച്ച് പ്രതികരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഹജ്ജ് ചെയ്ത ഹാജിമാര് വരെ ഇവരല്ലേ മുജാഹിദ് വലിയ കാര്യങ്ങളല്ലേ. ഹജ്ജ് ചെയ്യാൻ വരുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ തൗഹീദുള്ള ആൾക്കാരുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഉറപ്പുണ്ട് അവിടെ ഒറ്റ ആൾ ശിർക്കില്ല? ഷിയാക്കൾ വരുന്നുണ്ടോ അവിടെ? ഹജ്ജിന് വരുന്നുണ്ടോ? ഉണ്ടല്ലോ, ഉണ്ട്. ഓരോ വിശ്വാസത്തിന്റെ പോലെ എന്താ യോജിക്കോ? ആസിമല്ലേ പറഞ്ഞത്? എന്താ അദ്ദേഹം പറഞ്ഞത് അറിയും? അതായത് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചിരുന്നത് ഹജ്ജിന് വരുന്നവര് 5 ലക്ഷം മാത്രമേ തൗഹീദിന്റെ ആളുകളുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ അബൂജഹലിന്റെ ആളുകളാണ്, മുശ്രിക്കുകളാണ് എന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കേൾപ്പിച്ചു തന്നിരുന്നു. പക്ഷെ ഇദ്ദേഹം തിരുമറി നടത്തിയിട്ട് പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഹജ്ജിന് വരുന്നവരിൽ ശിർക്ക് ചെയ്യുന്നവരുണ്ട്, വളരെ ലാഘവത്തിൽ ഹജ്ജിന് വരുന്നവരിൽ ശിർക്ക് വരുന്നവരുണ്ട്, ചെയ്യുന്നവരുണ്ട്. അപ്പൊ കുറച്ച് ശിർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് എന്ന രൂപത്തിലാണ് അദ്ദേഹം പരാമർശിക്കുന്നത്, അദ്ദേഹം പ്രസംഗിക്കുന്നത്. അങ്ങനെയല്ലായിരുന്നു ബാലുശ്ശേരി പറഞ്ഞിരുന്നത്. എന്താ? എന്നിട്ട് ഇദ്ദേഹം ചോദിക്കുക, നിങ്ങൾ പറയൂ, അവിടെ ഹജ്ജിന് വരുന്നവരിൽ ഷിയാക്കളില്ലേ, ആ ഷിയാക്കളുടെ വിശ്വാസം ക്ലിയർ ആണോ? എന്താണ് ഷിയാക്കളുടെ വിശ്വാസം ക്ലിയർ ആണോ? അപ്പൊ അതാ ബാലുശ്ശേരി പറഞ്ഞത് എന്നാണ് അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. എന്നാ ബാലുശ്ശേരി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ, ഷിയാക്കളെ കുറിച്ചല്ല, ഷിയാക്കൾ മുശ്രിക്കാണ് എന്ന വിശ്വാസം മുജാഹിദുകൾക്കുണ്ടോ? എന്നാ പിന്നെ അതൊന്നും തുറന്നു പറയട്ടെ. മുനീർ മൗലവി ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അയാൾക്ക് മേലെന്ന് കിട്ടിയ ഷീട്ട് അനുസരിച്ച് പറഞ്ഞതായിരിക്കും. ഷിയാക്കളെ കുറിച്ച് ഇസ്ലാമിന്റെ വിശ്വാസം അവർ അബൂജഹലിനെ പോലെ മക്കയിലെ മുശ്രിക്കുകളെ പോലെ മുശ്രിക്കുകളാണ് എന്നാണോ? അത് പറയാൻ മുജാഹിദുകൾക്ക് കഴിയുമോ? എന്നാ അതൊന്ന് പറയട്ടെ സഹോദരന്മാരെ. ഇതല്ലായിരുന്നു ബാലുശ്ശേരി പറഞ്ഞത്. ഹജ്ജിനെത്തുന്ന ആളുകളിൽ ആരൊക്കെയോ ശിർക്ക് ചെയ്യുന്നവരുണ്ട് എന്ന രൂപത്തിലുള്ള പരാമർശമല്ല ബാലുശ്ശേരി മൗലവി പറഞ്ഞിരുന്നത്. പിന്നെയോ 5 ലക്ഷം ആളുകളെ ഹജ്ജ് ചെയ്യുന്നവരുള്ളൂ, തൗഹീദുള്ളവരുള്ളൂ, തൗഹീദ് അനുസരിച്ച് ഹജ്ജ് ചെയ്യുന്നവരുള്ളൂ, അല്ലാത്തവരൊക്കെ അബൂജഹലിന്റെ ആളുകളാണ്, മുശ്രിക്കുകളാണ്. കേട്ടോളൂ അദ്ദേഹം പറയുന്നത്, നിങ്ങളൊന്ന് കേട്ടോളൂ. ബാലുശ്ശേരി മൗലവി തന്നെ പറയട്ടെ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. കണ്ടില്ലേ, കേട്ടില്ലേ നിങ്ങൾ? മുവഹിദുകൾ മാത്രമാണെങ്കിൽ 5 ലക്ഷം ആളുകൾ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഔട്ടാണ്, ബാക്കിയൊക്കെ അബൂജഹലിന്റെ ആളുകളാണ്, മുശ്രിക്കുകളാണ് എന്നാണ് ഇയാള് പറയുന്നത്. അതിനെന്താണ് തെളിവ് എന്നതാ നമ്മുടെ പ്രശ്നം. അതിനാ മറുപടി പറയേണ്ടിയിരുന്നത്. ആ ഭാഗം തൊടാതെ ഷിയാക്കളെ തൗഹീദ് ക്ലിയർ ആണോ? ഇതിന്റെ മറുപടി അപ്പൊ ഇവിടെ വന്ന് പറഞ്ഞതാ, ഷിയാക്കളെ തൗഹീദ് ക്ലിയർ ആണോ? എന്താ മറുപടി? നല്ല മറുപടിയാ. ഷിയാക്കളുടെ തൗഹീദ് ശരിയാണോ, ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ, ഈ പറഞ്ഞതിന് മറുപടിയാകുമോ അത്? ഷിയാക്കളുടെ തൗഹീദ് ക്ലിയർ ആണെന്നോ അവർ ശുദ്ധന്മാരാണെന്നോ സുന്നികളായ നമുക്ക് വാദമുണ്ടോ?
എന്തിനാണ് അത് ഞങ്ങളോട് പറയുന്നത്? ഞാൻ പറയുന്നത് ഇവിടെ മുജാഹിദ് മൗലവിമാർ മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കിയതിന് സഹോദരന്മാരെ ഒരു മറുപടിയും പറയാൻ കഴിഞ്ഞിട്ടില്ല. മറുപടി പറഞ്ഞെങ്കിലേ ആൾക്ക് മറുപടിയാണെന്ന് ജനങ്ങൾ വില